ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാനഡയിലെ പുതിയ അപ്ഡേറ്റ്സ് ആണ്. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, പിന്നെ സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങളും വർക്ക് പെർമിറ്റിൻ്റെ കാര്യങ്ങളും ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഏറ്റവും ഇപ്പോൾ സ്റ്റുഡൻറ്റ് പെർമിറ്റിനെ കുറിച്ച് ആദ്യം പറയാം. സ്റ്റഡി പെർമിറ്റ്സ് ഒക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് അപ്രൂവൽ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. 3-1 അപ്രൂവൽ റേറ്റ് തന്നെ കുറഞ്ഞു. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അവർ റിജക്ട് ചെയ്യുന്നത്. റീസൺസ് പോലും പറയണ്ട, ചില റീസൺസ് ഒന്നുമില്ല, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു റിജക്ഷൻ ലെറ്റർ ആക്കി കിട്ടുന്നത്. അതിന് കറക്റ്റ് റീസൺ അറിയണമെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു മാസം മറ്റേ GCMS നോട്ട്സ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് കറക്റ്റ് റീസൺ മൊത്തം അറിയാൻ പറ്റത്തുള്ളൂ. ആ സമയം എനിക്ക് പറയാനുള്ളത് നേരത്തെ അപ്ലൈ ചെയ്യുക. നേരത്തെ അപ്ലൈ ചെയ്തിട്ട് റിജക്റ്റ് ആവുകയാണെങ്കിൽ GCMS നോട്ട്സ് വെച്ചിട്ട് അതിൻ്റെ ബേസിസിൽ വീണ്ടും കാണിച്ച് മീൻസ് ഈ പ്രൂഫ് കാണിച്ചിട്ട് വീണ്ടും അപ്ലൈ ചെയ്യുക. പിന്നെ IRCC കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കി കാര്യങ്ങൾ. കാരണം ഇപ്പം നമ്മുടെ പ്രൂഫ് ഓഫ് ഫണ്ട് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. പിന്നെ നാട്ടിലോട്ട് തിരിച്ചു പോകുമെന്ന് കാണിക്കുന്നത് പക്ക അത് ഭയങ്കരമായിട്ട് അവർ നോക്കുന്നുണ്ട്. തിരിച്ചു പോകും, നാട്ടിൽ ഫാമിലീസ് ഉണ്ട്, നാട്ടിൽ നമുക്ക് വീടുണ്ട്, അപ്പോൾ പഠിത്തം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകുമെന്ന് കറക്റ്റ് അവരെ പ്രൂഫായിട്ട് കാണിച്ചാൽ മാത്രമേ അവരിപ്പം വിസ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ പ്രൊവിൻസിൻ്റെയും കോളേജുകൾ പലതും ഇപ്പം ഈ ഇന്ത്യൻസ് തന്നെ തുടങ്ങിയ കുറച്ച് കോളേജുകളുണ്ട്, അതെല്ലാം ഇപ്പോൾ പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ കോളേജിൻ്റെ എലിജിബിലിറ്റിയും കൂടെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മളിപ്പം അവരിപ്പോൾ സ്റ്റുഡൻറ്റ് വിസ നമുക്ക് തരത്തുള്ളൂ. പിന്നെ പ്രൊവിൻസസിൻ്റെ ഓരോ കോട്ടയുണ്ട്, അതായത് ഇത്ര സ്റ്റഡി പെർമിറ്റ്, ഇത്ര വർക്ക് പെർമിറ്റ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് സ്റ്റഡി പെർമിറ്റിൻ്റെ കോട്ടയെല്ലാം ഫില്ലായതുകൊണ്ടാണ് അവർ റിജക്ഷൻ റേറ്റ് കൂട്ടിയെന്നാണ് കനേഡിയൻ IRCC-ക്കാർ പറയുന്നത്. പിന്നെ ഈ പറയാനുള്ളത് കുറച്ച് പുതിയ റൂളുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. പഴയതുപോലെയല്ല, കുറേ മാറ്റങ്ങൾ എല്ലാ തവണയും നടക്കുന്നുണ്ട്. അതുപോലെ സെപ്റ്റംബർ 1 തൊട്ട് കേട്ട ഫോൾ ഇൻടേക്ക്, അതോ ഇനി ഫോളിൽ തൊട്ട് അപ്ലൈ ചെയ്യണവർക്കൊക്കെ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് കാണിക്കേണ്ട ഡെപ്പോസിറ്റിൻ്റെ എമൗണ്ട് കൂടിയിട്ടുണ്ട്. അത് എത്രയാണെന്ന് അവർ കാണിച്ചിട്ടില്ല. ഓൾറെഡി കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം $10,000 $20,000 ആക്കിയായിരുന്നു. ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടിയത് കൊണ്ട് അപ്പോൾ കോസ്റ്റ് ഓഫ് ലിവിങ്ങിന് കാണിക്കേണ്ട ഫണ്ടും ഇനി കൂടുതലായിരിക്കും. ചിലപ്പോൾ അത് 25,000 ആയിരിക്കും, 30,000 ആയിരിക്കും. കറക്റ്റായിട്ടൊരു എമൗണ്ട് അവർ പറഞ്ഞിട്ടില്ല. വേറൊരു കാര്യം, നമ്മൾ അപ്ലൈ ചെയ്യണ കോളേജ് ഏതാണെന്ന് കറക്റ്റായിട്ട് നമ്മൾ നോക്കിയിരിക്കണം. കൂടുതലും ഇപ്പോൾ ഞങ്ങൾ പഠിച്ച ഫാൻഷോ കോളേജ് പോലുള്ള പബ്ലിക്കായിട്ടുള്ള കോളേജുകളാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാണ്ട് പ്രൈവറ്റും സെമി പ്രൈവറ്റും ആയിട്ടുള്ള കോളേജുകൾക്കൊക്കെ ആണെങ്കിൽ അവരത് റിവ്യൂവിന് കൊടുത്തേക്കുവാണ്. ചിലപ്പോൾ അത് ഗവൺമെൻറ് അപ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യാതിരിക്കാം. അങ്ങനെയുള്ള ഓരോ സാഹചര്യങ്ങളുണ്ട്. അവരുടെ റിവ്യൂ പ്രോസസ്സ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് IRCC ചിലപ്പം അപ്രൂവ് ചെയ്യുകയോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ മാക്സിമം ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമിഗ്രേഷൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് ഏത് കോളേജൊക്കെയാണ് മെയിനായിട്ടുള്ള കോളേജ്, അല്ലെങ്കിൽ അവരുടെ ഓഫർ ലെറ്ററിൻ്റെ ചാൻസസ് ഓഫ് അക്സെപ്റ്റൻസ് കൂടുതലുള്ള ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അപ്ലൈ ചെയ്യുക. പിന്നെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ, ചിലർക്ക് അത് തന്നെയായിരിക്കും താല്പര്യം, പക്ഷേ ഹോസ്പിറ്റാലിറ്റി, ടൂറിസം പോലുള്ള ഡിപ്ലോമ കോഴ്സസൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. കാര്യം അതിനാണ് ഇപ്പോൾ ചാൻസസ് ഓഫ് റിജക്ഷൻ കൂടുതൽ വരണേ. അതെന്താണ് കാര്യം എന്നറിയില്ല. ചിലപ്പോൾ അവർക്ക് അതിനുള്ള ആളുകൾ ഓൾറെഡി അവരുടെ കോട്ടയിൽ തികഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇപ്പോൾ മെയിനായിട്ട് വിളിക്കുന്നത് കോട്ട അനുസരിച്ചിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഏതിലൊക്കെ സ്ട്രീമിലേക്കൊക്കെയാണ് അവർക്ക് വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് വേണം ഇനി അടുത്ത കോഴ്സസ് എടുക്കാൻ. അതുപോലെ അങ്ങനത്തെ കോഴ്സുകൾ കുറേയൊക്കെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ചില കോളേജുകൾ ആ പ്രോഗ്രാമുകൾ തന്നെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ആ പ്രോഗ്രാം അനുസരിച്ച് മീൻസ് കോളേജുകൾ ആ പ്രോഗ്രാം അപ്ലൈ ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. അത് 8ൻ്റെ പണിയായിരിക്കും കിട്ടുന്നത്. നിങ്ങളിപ്പം ഇമിഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ, കാനഡയിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ, സ്റ്റുഡൻ്റായിട്ട് വരുന്നതാണെങ്കിൽ നിങ്ങൾ PNP ഫോക്കസ് ചെയ്ത് വരിക. കാരണം പഴയ പോലെ നമ്മളിപ്പം ഈ സ്റ്റുഡൻറ്റ് ഇവിടെ 2 വർഷം പഠിച്ചാലുള്ള പോയിൻ്റ് വെച്ച് PR എടുക്കാമെന്നുള്ളൊരു ഓപ്ഷൻ ഇപ്പം ഡിമ്മായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം PNP ഫോക്കസ് ചെയ്ത് വരിക. ഇപ്പോഴും അറ്റ്ലാന്റിക് പ്രൊവിൻസിലൊക്കെ മറ്റേ PNP പ്രോഗ്രാംസ് കുറേ അവൈലബിൾ ആണ്. അതൊക്കെ നോക്കി ഏതൊക്കെ പ്രൊവിൻസാണ് എന്ന് നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട്, കോളേജും റിസർച്ച് ചെയ്തിട്ട് വരിക. അപ്പം ലോങ് ടൈം നിങ്ങൾ PR തന്നെ ആയിരിക്കുമല്ലോ നിങ്ങളുടെ ഒരു എന്താ പറയുക ആഗ്രഹം എന്ന് പറയുന്നത്, ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നന്നായിട്ട് റിസർച്ച് ചെയ്യുക. അറ്റ്ലാന്റിക് പ്രൊവിൻസിലാണേലും അറ്റ്ലാന്റിക് PNP കുറേയൊക്കെ നോക്കി റിസർച്ച് ചെയ്ത് അവിടെ ഓൾറെഡി ഉള്ള ആൾക്കാരോട് ചോദിച്ചിട്ടേ വരാവൂ. നേരത്തെ അവസ്ഥയിലൊക്കെ +2 കഴിഞ്ഞവർക്ക് വന്നാലും PR കിട്ടുന്ന ഒരവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പം കിട്ടില്ല. +2 കഴിഞ്ഞ് കിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 540ഒക്കെയാണ് CRS വിളിക്കുന്നത്. അപ്പം +2 കഴിഞ്ഞ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാ സർട്ടിഫിക്കേഷനൊക്കെ എടുത്താലും കാര്യമില്ല. ഒന്നെങ്കിൽ നിങ്ങൾ ഡിഗ്രി പഠിക്കാൻ വരിക. ഡിഗ്രി പഠിക്കുമ്പോൾ കുറച്ചുകൂടെ പോയിൻ്റ് കിട്ടും. എന്നാലും ഒരു 520 ഒക്കെ കിട്ടണമെങ്കിൽ എക്സ്ട്രാ ലാംഗ്വേജ് IELTS ഒന്നാതെ ഒരു 8.5 വേണ്ടി വരും. പിന്നെ ഫ്രഞ്ച് കൂടെ പഠിച്ച് അതിൻ്റെ പോയിൻ്റ് കൂടെ കിട്ടേണ്ടി വരും. ഈ പുതിയ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതേ പറ.
പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് എന്ന് പറയുമ്പോൾ പണ്ട് നമുക്ക് ഏതെങ്കിലും കോഴ്സ് കഴിഞ്ഞാൽ 2 ഇയർ എടുത്ത് കഴിഞ്ഞാൽ 3 ഇയർ വർക്ക് പെർമിറ്റ് എന്തായാലും കിട്ടുമായിരുന്നു. അവർ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു, എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരുന്ന കുറച്ച് കോഴ്സുകൾക്ക് മാത്രമേ കൊടുക്കണ്ടായിരുന്നുള്ളൂ. അത് ഈ മാർച്ച് തൊട്ട് പിന്നെയും പഴയ പോലെ തന്നെ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത് 2024 കുറേ ടൈം വരെ ആ ഒരു സംഭവം എടുത്ത് കളഞ്ഞായിരുന്നു അവർ. എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് അവൻ്റെ വൈഫിൻ്റെ കോഴ്സ് ഈവൻ ഫാൻഷ്യൽ മെയിൻ ക്യാമ്പസിലാണ് പഠിച്ചത്. എന്നിട്ടും കോഴ്സ് അതിന് എലിജിബിൾ അല്ല എന്ന് പറഞ്ഞ് അവന് വർക്ക് പെർമിറ്റ് റിജക്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അവന് അതിന് ശേഷം വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മാർച്ച് 2025 ശേഷം വരുന്നവർക്ക് അത് ബാധകമല്ല, എല്ലാം റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ PR കിട്ടാൻ എല്ലാവർക്കും പാടാണ്, പഴയ പോലെയൊന്നുമല്ല. കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ TR to PR പാത്ത് വരുന്നുണ്ട്, അതെന്നാ വരുന്നതെന്ന് അറിയത്തില്ല. പിന്നെ ഇവിടെ ഉള്ളവർക്ക് പിന്നെയും ഇവിടെ അത് ഇപ്പോഴത്തെ പുതിയ മിനിസ്റ്റർ പറഞ്ഞായിരുന്നു, ഇവിടെ ടെമ്പററി സ്റ്റാറ്റസിലുള്ളവർക്ക് PR കൊടുക്കാനാണ് അവർ മുൻഗണന നോക്കണം. ബാക്കി ഈ വരുന്ന വർഷങ്ങളിലെല്ലാം ഈ ടെമ്പററി സ്റ്റാറ്റസിൽ നിൽക്കുന്നവരെ എണ്ണം ക്യാൻഡിൽ കുറയ്ക്കാനും അതുപോലെ തന്നെ ഓൾറെഡി ഇവിടെ ഉള്ളവർക്ക് PR കൊടുത്ത് അവരുടെ ഒരു വർഷത്തെ കോട്ട തയ്ക്കാനാണ് അവർ മാക്സിമം നോക്കണേ. പിന്നെ ഈ പറഞ്ഞ പോലെ ഏജൻസിമാർ പറയണ കോഴ്സുകൾ അവർക്ക് കമ്മീഷൻ കിട്ടുന്ന കോഴ്സുകൾ മാത്രമേ പറഞ്ഞു തരുള്ളൂ. അതൊന്നും നോക്കാണ്ട് ഇവിടുത്തെ ഇമിഗ്രേഷൻ്റെ ഡ്രോയൊക്കെ നോക്കി ഏത് കോഴ്സിനാണ് ഏതൊക്കെ ജോലിക്കാണ് വിളിക്കുന്നത് അതിനുള്ള കോഴ്സുകളൊക്കെ നോക്കി അതിൻ്റെ സ്കോർ നിങ്ങൾക്ക് 2 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ IELTS മാക്സിമം എടുത്താൽ മീറ്റ് ആവുമോ എന്നൊക്കെ നോക്കി അപ്ലൈ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ കിട്ടിയേക്കാം. ഇതിപ്പോൾ എല്ലാ രാജ്യത്തെ അവസ്ഥ അത് തന്നെ. കാനഡയിൽ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കി, കാരണം കുറേ കള്ളത്തരങ്ങളുണ്ടായിരുന്നു. അത് ഒരുപാട് 2024-2023 കോവിഡ് കഴിഞ്ഞ ശേഷം ഒരുപാട് കള്ളത്തരത്തിൽ കയറി വന്ന ആൾക്കാരുണ്ട്. അത് നമ്മുടെ ഏരിയ എന്നല്ല, ഞാൻ പുറത്ത് പറയുന്നില്ല, അത് പ്രശ്നവും. അപ്പോൾ അങ്ങനെ കുറേ കോളേജുകളും അവർ ബാൻ ചെയ്തു. അതെ, ഇപ്പോൾ ഫാൻഷോ കോളേജ് തന്നെ മെയിൻ ക്യാമ്പസ് ഉണ്ട്, ഡൗൺ ടൗൺ ക്യാമ്പസ് ഉണ്ട്, പിന്നെ സൗത്ത് സെൻറ്റ് തോമസ് അവിടെ അങ്ങനത്തെ ഈ മെയിൻ ക്യാമ്പസുകളല്ലാതെ ഇതുപോലെ ഇങ്ങനത്തെ വലിയ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാണ്ട് ചുമ്മാ പിള്ളേർക്ക് ഫീസ് കിട്ടാൻ വേണ്ടി മാത്രം തുടങ്ങിയ കുറേ ക്യാമ്പസുകളൊക്കെ പഠിക്കുന്നവർക്കൊക്കെ ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ കിട്ടിയായിരുന്നു. അത് നമുക്ക് നാട്ടിൽ നിന്ന് അറിയില്ല. ഇവിടെ കോഴ്സ് എടുത്ത് ഇവിടെ വന്നിട്ട് പറയണേ ഫാൻഷോ കോളേജ് ഇന്ന ക്യാമ്പസാണെന്ന് അവർ പറയും. ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. ഓഫർ ലെറ്റർ ഉണ്ടാവും, വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ വിസ വരെ അപ്രൂവ് ആയിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും അറിയണേ അതിനകത്ത് എലിജിബിൾ ആയിരിക്കില്ല എന്നുള്ളത്. അപ്പോൾ എപ്പോഴും എടുക്കുമ്പോൾ DLI ലിസ്റ്റ് നോക്കുക, ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ നോക്കുക. നോക്കിയിട്ട് പ്രോഗ്രാം എലിജിബിൾ ആണോ, ഏജൻസികളുടെ വാക്കുകൾ കണ്ണടച്ച് വിശ്വസിക്കാണ്ട് ഇവിടെ ഉള്ളവരോടും ചോദിക്കുക. അതെ, ഇപ്പോൾ മെക്ക് കഴിഞ്ഞ പിള്ളേരൊക്കെ ആണെങ്കിൽ ഇലക്ട്രിക്കലോ മെക്കാനിക്കൽ കഴിഞ്ഞ പിള്ളേർക്ക് ഇഷ്ടംപോലെ മിൽ റൈറ്റ് പ്രോഗ്രാമുകളുണ്ട്. മിൽ റൈറ്റിനൊക്കെ നല്ല ഓപ്പണിംഗ് ഉണ്ട്. അത് നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അറിഞ്ഞില്ല കോഴ്സിന്റെ കാര്യം. അപ്പോൾ അന്നൊക്കെ അറിഞ്ഞായിരുന്നെങ്കിൽ ഒരു സുഖമായിരുന്നു. കാരണം ഒരു നല്ല പേ ഉണ്ട്, എവിടെ ചെന്നാലും അത്യാവശ്യം തുടക്കം തന്നെ നല്ല ജോലി കിട്ടും എന്നല്ല പറയണേ. 4 ഇയർ 4 വർഷത്തെ അവേഴ്സ് മീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡ് സീൽ എഴുതിയെടുക്കാം. എന്തായാലും ജോലികളൊക്കെ എന്തായാലും കിട്ടും. 2 കൊല്ലത്തിനുള്ളിൽ ഇവിടെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതിന് നമ്മൾ എലിജിബിൾ ആയിരിക്കണം, അതിനനുസരിച്ചുള്ള കോഴ്സസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ജോലി, അതിന് കഴിഞ്ഞിട്ടുള്ള PR, അതെല്ലാം നേരത്തെ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുന്നതനുസരിച്ചിട്ട് വേണം കോഴ്സ് എടുക്കാനും പഠിക്കാനും. വേറൊരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ, നേരത്തെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 3 months ഇല്ലെങ്കിൽ 90 days സമയമുണ്ടായിരുന്നു നമുക്ക് അപ്ലൈ ചെയ്യാൻ വർക്ക് പെർമിറ്റിന്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പയ്യാണെങ്കിലും കിട്ടും. നമുക്ക് വേറെ കണ്ടീഷൻ മീറ്റ് ചെയ്യാൻ ആകെ പഠിക്കുക, പാസ്സായ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്താൽ അപ്പോൾ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം, റിസൾട്ട് പബ്ലിഷ് ചെയ്താൽ തന്നെ. പക്ഷേ ഇപ്പോൾ പുതിയൊരു ഇത് വെച്ച് IELTS ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ IELTS സാധാരണ നമ്മൾ PR-ന് വെക്കാറാകുമ്പോഴാണ് നമ്മൾ IELTS സാധാരണ ഞങ്ങളൊക്കെ എഴുതിയത്. കാരണം അതിൻ്റെ ആവശ്യമുള്ളൂ. PR-ന് നമുക്ക് പോയിൻ്റ് എത്രയാണെന്ന് അറിയണം. അപ്പോൾ ആ സമയം നോക്കിയിട്ട് നമുക്ക് പയ്യെ പഠിച്ച് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി അവർ സ്ട്രിക്റ്റ് ആക്കിയിട്ട് വർക്ക് പെർമിറ്റിന് ഒരു എലിജിബിലിറ്റി വരെ വർക്ക് പെർമിറ്റ് വേണമെങ്കിൽ നമുക്ക് IELTS കംപ്ലീറ്റ് ചെയ്യണം. IELTS അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇംഗ്ലീഷ് IELTSO SLP ഏതാണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ അതെടുത്ത് മാറ്റിയെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് അറിയത്തില്ല, നോക്കണം. അത് കുറച്ച് നല്ലതാണ്. കാരണം ഞങ്ങളൊക്കെ ജോലി സമയത്താണ്, ജോലി ചെയ്യണതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾക്ക് IELTS എഴുതേണ്ട വന്നത്. ഇതിപ്പോൾ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ IELTS ആ ഫ്ലോയിൽ തന്നെ പഠിച്ചങ്ങ് എഴുതുവാണെങ്കിൽ പിന്നെ അതിനെപ്പറ്റി അറിയണ്ട. പിന്നെ അത് മാത്രമല്ല, ഇൻ കേസ് ഇനിയിപ്പോൾ IELTS എഴുതി വലിയ സ്കോർ കിട്ടിയില്ലെങ്കിലും അത് ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് എത്ര സ്കോർ ഇനി വന്നെ CRS എത്രയാണ് വിളിക്കണതെന്നനുസരിച്ച് നമുക്ക് ഒന്നുകൂടെ വേണം റിപ്പീറ്റ് ചെയ്ത് പിന്നെ ഇമ്പ്രൂവ് വേണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം. അതുകൊണ്ട് നല്ല പരിപാടിയല്ലേ. കാരണം നമ്മളൊക്കെ കുറേ ആ പഠിത്തത്തിൻ്റെ ഗ്യാപ്പ് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് നമ്മൾ IELTS ചെയ്തു. അപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എഴുതി. ജോലിയുടെ ഇടയ്ക്ക് IELTS എഴുതി പഠിച്ച് പാസ്സാവുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ ടാസ്ക്കാണ്. വേറൊരു കാര്യം, ഇപ്പോൾ ഇഷ്ടം പോലെ സെൻറ്റേഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ഫാൻഷോ കോളേജിൽ IELTSൻ്റെ സെൻറ്റർ ഉണ്ട്, ഡൗൺ ടൗണിൽ IELTSൻ്റെ സെൻറ്റർ ഉണ്ട്. ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ കേംബ്രിഡ്ജ് അവിടെയൊക്കെ പോയില്ലേ IELTS എഴുതിയേ.
അപ്പോൾ ഇതുപോലെ ഇഷ്ടംപോലെ സെൻറ്റേഴ്സൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ഓൾറെഡി നമ്മൾ ആ ഒരു പഠിച്ച ആ ഫ്ലോയിൽ തന്നെ അങ്ങ് പോകുമ്പോൾ അത്ര ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ ഇപ്പം കുറച്ചുകൂടെ സ്ട്രിക്ട്നെസ് കുറച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. IELTS മറ്റേ ഈ റൈറ്റിങ്ങിന് ഇച്ചിരി ഭയങ്കര പാടായിരുന്നു. പണ്ട് ഭയങ്കര സ്ക്രൂട്ടിനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ അത് നല്ല സ്കോറൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. പിന്നെ ഫ്രഞ്ച് പഠിക്കാൻ പറ്റുന്നവർക്ക് ഫ്രഞ്ച് പഠിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് PR കിട്ടാനുള്ള എന്തോ പാത്വേസൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫ്രഞ്ച് നമ്മൾക്ക് പ്രൊഫഷൻസി ടെസ്റ്റ് എഴുതി അത് പാസ്സായി കഴിഞ്ഞാൽ ഫ്രഞ്ച് അറിയാവുന്നവർക്ക് വേണ്ടിയിട്ട് PR കിട്ടുന്ന കുറച്ച് പോളിസീസ് ഉണ്ട്. വർക്ക് പെർമിറ്റിലുള്ളവരുടെ സ്പൗസിനെ കൊണ്ടുപോകുന്ന കാര്യം ആണെങ്കിൽ അതിനുണ്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ്. നേരത്തെ ഒക്കെ നമുക്ക് 1 ഇയർ പഠിച്ചപ്പോൾ കിരണാടനൊക്കെ ചെയ്ത പോലെ 1 ഇയർ പഠിച്ച് 1 ഇയർ വർക്ക് പെർമിറ്റ് ആണെങ്കിൽ അന്നേരം ചെയ്യായിരുന്നു. 12 മാസം വർക്ക് പെർമിറ്റ് ഉള്ളെങ്കിലും നമുക്ക് സ്പൗസിനെ കൊണ്ടുവരായിരുന്നു. ബാക്കി റിമൈനിങ് പെർമിറ്റിന് വാലിഡിറ്റി ഉണ്ടല്ലോ, അതിപ്പോൾ 2 മാസമാണെങ്കിൽ 2 മാസം ഉണ്ടെങ്കിൽ തന്നെ അപ്രോസിനനുസരിച്ച് അവരെ അനുസരിച്ച് നമുക്ക് കൊണ്ടുവരായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ നോക്കുന്നത് ഇപ്പോൾ ഓൾറെഡി 16 മാസം ബാക്കി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. വാലിഡിറ്റി 16 മാസം ബാക്കി വേണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്നാലും 1 ഇയർ കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ 1 ഇയർ ബാക്കി സ്റ്റേ ബാക്ക് കിട്ടുള്ളൂ. അതിനെന്തായാലും സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം, ചില ജോലികൾക്ക് ചില കാറ്റഗറി ജോലി ചെയ്യണവർക്ക് മാത്രമേ എലിജിബിലിറ്റി ഉള്ളൂ. എല്ലാ ജോലിയും ചെയ്യണവർക്ക് സ്പൗസിനെ കൊണ്ടുവരാനുള്ളൊരു ഓഫർ ഇല്ല. എല്ലാവർക്കും കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ നോക്കോടെന്ന് പറയും. ഇപ്പോൾ ടിയർ ലെവലാണ്. ഇപ്പോൾ ടിയർ അനുസരിച്ച് അവർ നമുക്ക് അപ്രൂവൽ തരത്തുള്ളൂ. അപ്പോൾ അതാണ് ഒരു മാറ്റം. മാക്സിമം അതിനും അപ്ലൈ ചെയ്യാൻ നേരത്തെ മാക്സിമം SOP ഒക്കെ സ്ട്രോങ് ആയിട്ട് വയ്ക്കുക. അല്ലെങ്കിൽ റിജക്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, റിജക്ഷൻ വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. റിജക്ഷൻ വന്നാലും നിങ്ങൾ ഈ GCMS നോട്ട്സ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ എന്താണ് കാരണങ്ങൾ നോക്കി വീണ്ടും അപ്ലൈ ചെയ്യുക. അല്ല ചുമ്മാ വീണ്ടും കയറി അപ്ലൈ ചെയ്യരുത്. അപ്പോൾ ഒരു ചോദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കാനഡയ്ക്ക് ഞങ്ങൾക്ക് വരാൻ പറ്റുമോ, വന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? നമ്മൾ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഒരു ബേസിനാണ്. ചുരുക്കമായി ഞങ്ങൾ പറയാം, ഇപ്പം കാനഡയ്ക്ക് വരേണ്ടവർക്ക് കറക്റ്റ് നിങ്ങൾ ട്രേഡ് നോക്കി മാത്രം വരിക. നിങ്ങൾ പഠിച്ച കോഴ്സുകൾ, അതായത് മിക്കതും ടെക്നിക്കലും അല്ലെങ്കിൽ ഹെൽത്തിനുമാണ് ഇപ്പോൾ ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള കോഴ്സുകൾ നോക്കി വരിക. മിനിമം 2 വർഷം എടുക്കുക. പിന്നെ ഇൻടേക്കിന് 2 മാസം മുമ്പേ അപ്ലൈ ചെയ്യാൻ നോക്കുക. കാരണം റിജക്ഷൻ വന്നാലും നമുക്ക് GCMS നോട്ട്സൊക്കെ അപ്ലൈ ചെയ്ത് വീണ്ടും അപ്ലൈ ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് കാലതാമസം വരും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മുൻകൂട്ടി ഓഫർ ലെറ്റർ എടുക്കാൻ നോക്കുക, വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുക. നല്ല രീതിയിൽ പ്രൂഫ് ഓഫ് ഫണ്ട് കാണിക്കണം. കാരണം ഇപ്പോൾ പ്രൂഫ് ഓഫ് ഫണ്ട് നേരത്തെയൊക്കെ 5 രൂപ കാണിച്ചാൽ മതി. ഇപ്പോൾ 5 രൂപയൊന്നും കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അതനുസരിച്ച് നിങ്ങളുടെ എന്താ പറയുക, ഇവാലുവേഷൻ റിപ്പോർട്ടൊക്കെ നല്ല രീതിയിൽ കൂട്ടിയെന്ന് വെച്ചേക്കുക. പിന്നെ അഫിഡവിറ്റ് നാട്ടിൽ കാണിക്കുന്നതിലും മാക്സിമം നമുക്ക് നാട്ടിൽ ഇൻകം ഉണ്ട്, അല്ലെങ്കിൽ നാട്ടിൽ നമ്മൾ തിരിച്ചു ചെന്നാൽ നമുക്ക് എന്തും ചെയ്യാനുള്ള വെൽത്ത് ഉണ്ട് എന്ന് കാണിക്കുക. തിരിച്ച് നമ്മൾ ഇവിടുന്ന് പോവും, വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്ത് ജോലി ചെയ്യും, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് പോകും എന്നുള്ള മാക്സിമം SOPയിൽ കാണിക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മളും കാണിച്ചാൽ എല്ലാവർക്കും അറിയാം നമ്മൾ PR എടുക്കാനാണ് വന്നത്. പക്ഷേ മാക്സിമം അങ്ങനെ സ്ട്രെങ്തൻ ചെയ്യുക. അതെ. അപ്പം ചുരുക്കം പറഞ്ഞാൽ വരേണ്ടവർക്ക് ഇപ്പോൾ നല്ല ചാൻസ് കാനഡയിലുണ്ട്. PR കിട്ടാനും ചാൻസ് ഉണ്ട്. പക്ഷേ +2 കഴിഞ്ഞവർ ശ്രദ്ധിക്കേണ്ട കാര്യം, അടിച്ചു പൊളിക്കാൻ വരുന്നവർക്കാണെങ്കിൽ കാനഡയിൽ 1 വർഷം നിന്നിട്ട് അടിച്ചു പൊളിച്ച് പഠിച്ചിട്ടൊക്കെ പോകാം. പക്ഷേ PR കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക്കുള്ള കാര്യമാണ്. അറ്റ്ലാന്റിക് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചാൻസ് കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. പക്ഷേ ഒണ്ടാരിയോ പോലുള്ള സ്ഥലങ്ങൾ വന്നു കഴിഞ്ഞാൽ PR കിട്ടാൻ നല്ല പാടാണ്. ഇമിഗ്രേഷൻ ഏജൻസിക്കാർ പറഞ്ഞത് മാക്സിമം കണ്ണടച്ച് വിശ്വസിക്കാണ്ടിരിക്കുക. എല്ലായിടത്തും ഇപ്പോൾ ഇഷ്ടംപോലെ AUം കാര്യങ്ങളും ചോദിക്കാനും ഇഷ്ടംപോലെ ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ മാക്സിമം വിളിച്ചു ചോദിച്ച് നമുക്കത് 100% അല്ലെങ്കിൽ ഒരു 95% എങ്കിലും നമ്മൾ സെർട്ടൈനാന്ന് വരുത്തിയിട്ട് മാത്രം ഇങ്ങോട്ടേക്ക് വരാനോ അല്ലെങ്കിൽ കോഴ്സ് ചൂസ് ചെയ്യാനോ പ്രൊവിൻസ് ചൂസ് ചെയ്യാനോ സ്ഥലം ചൂസ് ചെയ്യാനൊക്കെ മാക്സിമം നോക്കുക. ഇതൊക്കെയാണ് പുതിയ അപ്ഡേറ്റ്സ്. നമ്മൾ കഴിവതും എല്ലാം ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നമുക്ക് മെസ്സേജ് അയയ്ക്കുക. ഇൻസ്റ്റയിൽ ഞങ്ങളെ ഫൈൻഡ് ചെയ്യേണ്ടത് @OMG Mallu എന്ന ഹാൻഡിലാണ്. നമ്മളെപ്പോഴും അവൈലബിൾ ആണ്. ഇപ്പം പഴയ പോലെ എല്ലാവരും ആക്റ്റീവായിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലോ അല്ലെ യൂട്യൂബിൽ കമൻറ്റായിട്ട് ഇട്ടാലും ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യും. എന്തെങ്കിലും പറയാനുണ്ടോ ലാസ്റ്റ് ഗൈസ്? നല്ല കമൻസ്, എന്ത് കമൻസ് വേണമെങ്കിലും ഇടാം. അതെ, എല്ലാം ശരിയായി വരട്ടെ. അതെ നിങ്ങൾ വരുന്നവർക്കെല്ലാം ശരിയായി വരട്ടെ. ടെൻഷൻ അടിക്കേണ്ട. ഒരു കാര്യം നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ഡൗട്ട് അടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഡൗട്ട് അടിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ, ഒന്നും നടക്കത്തില്ല. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സപ്പോർട്ട് ഞങ്ങൾ ചെയ്യും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ. I need a change in my life, cause I don't feel alive and there's nothing that makes me happy. Hold my beer for a minute, I'm about to quit my job, cash in for a ticket. I'm going on a trip and I don't plan to visit. I'm gonna stay there till I feel like I'm winning, and this is just the beginning. I need a big change, help me feel like living. I need a